സംഭരണം വൈകിയതോടെ വേനൽ മഴയിൽ കുതിർന്ന് നെല്ലുകൾ നശിക്കുന്നു. പാലക്കാടാണ് 138 ക്വിന്റലോളം നെല്ല് കുതിർന്നു പോയത്. നെല്ല് മുളച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. കൊയ്ത്തു കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം പൂർത്തിയാക്കിയിട്ടില്ല. സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു. സാജിദ്, എന്താണ് അവിടുത്തെ പ്രതിസന്ധി? അവിചാരിതമായി പെയ്ത വേനൽ മഴയിൽ നട്ടം തിരികെയാണ് പാലക്കാട്ടെ കർഷകർ. ഞാനുള്ളത് ധോണി പാടശേഖരത്തിലാണ്. ഇവിടെ പല നെല്ലുകളും മുളച്ച് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കാണുന്നത് ചാക്കിലാക്കി വെച്ച നെല്ല് വീണ്ടും ഉണക്കാനുള്ളൊരു ശ്രമമാണ്. ഇത് ഉണക്കി വേണം അവർക്ക് സപ്ലൈകോയ്ക്ക് കൈമാറാൻ. ഇല്ലെങ്കിൽ അത് ഈർപ്പമുള്ള നെല്ലാണെങ്കിൽ എടുക്കില്ല. വലിയൊരു പ്രതിസന്ധിയായില്ലേ? അതെ, വലിയ പ്രതിസന്ധി പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ കൊയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊട്ടി ഇതിൻ്റെ പതിരൊക്കെ മാറ്റി വൃത്തിയാക്കി നന്നായി ഉണക്കി 17 പോയിന്റ് വേണം. അതൊക്കെ ഞങ്ങൾ കണക്കാക്കി ചാക്കിൽ നിറച്ച് ഇവിടെ വെച്ചതാണ്. മൂട്ടി എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചാണ്. പക്ഷേ അവിചാരിതമായ മഴ പെയ്തു. ഇന്നലെ ഉണ്ടായിരുന്നു, മിനിഞ്ഞാന്നുണ്ടായിരുന്നു, തലേദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചാക്കുകളുടെ ഇടയിൽ കൂടെ വെള്ളം കയറിയിട്ടും അതുമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇത് വമ്പൻ നഷ്ടമാണ്. പൊതുവേ കൃഷി നഷ്ടമാണ്. ഈർപ്പുണ്ടെങ്കിൽ നെല്ലെടുക്കില്ല. ഇത് പൂർണ്ണമായി ഉണക്കണം. ഇപ്പോൾ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് അവിടെ നിന്നും മില്ലുകാരൻ്റെ ആളുകളിൽ നിന്ന് നെല്ല് നോക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഇവിടെ എല്ലാ കർഷകരും കൂടെ കാത്തിരിക്കുകയാണ്. വന്നത് നോക്കി നല്ല നിലയ്ക്ക് എടുത്തിട്ട് പോയാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങളുടെ മാനസികാവസ്ഥ ഞങ്ങൾ അത് എങ്ങനെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് അറിയില്ല. ഞങ്ങളുടെ വേദന ഞങ്ങളോട് തന്നെ ചോദിക്കണം. മുളച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കില്ല. ഈർപ്പുള്ളതിന് വില കുറയ്ക്കില്ല. ഒരു ചാക്കിന് 5 കിലോ വെച്ച് കമ്മിയാക്കും. അതാണ് അവരുടെ ഒരു നിയമം. പിന്നെ നമ്മൾ ഇത് 50 ദിവസം മേലെ ഇത് ജനുവരി ആദ്യവാരം കൊയ്ത നെല്ലുകളാണ് എല്ലാ കർഷകരുടെയും. ഇവിടെ ആകെ തുച്ഛമായ കർഷകരെ ഉള്ളൂ. ഇപ്പോൾ ഈ കർഷകരനെ സംരക്ഷിക്കാനുള്ളത് ഒരു കടമ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഞങ്ങൾ നിരന്തരം 10-15 ദിവസം മേലായി നിരന്തരം ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പാടിക്കൊക്കെ വിളിക്കുന്നുണ്ട്, സപ്ലൈക്കൊക്കെ വിളിക്കുന്നുണ്ട്, കൃഷി ഓഫീസർമാരെ വിളിക്കുന്നുണ്ട്. എല്ലാവരും നമ്മൾ വിളിക്കുകയാണെങ്കിൽ കൂടി ഇവർ ഇതിനുള്ളൊരു സംവിധാനം ചെയ്യേണ്ടതായിരുന്നു. കാരണം പറഞ്ഞാൽ നമ്മൾ മഴയുടെ താക്കോൽ നമ്മുടെ അടുത്തുള്ള അതേ സമയത്ത് പ്രകൃതിയാണ്, നമുക്ക് പെയ്യും ഏത് സമയത്ത് വരും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. 10 ദിവസം മുമ്പ് ഞങ്ങൾക്ക് വന്നൊരു പാടിക്കൊന്നൊരു മഞ്ഞച്ചീട്ട് തന്നിട്ടുണ്ട്. ഈ ചീട്ട് തന്ന അവസ്ഥയ്ക്ക് ഒരു 3 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞ് നെല്ലെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു കർഷകൻ്റെ കണ്ണീര് ഇവിടെ കണ്ട ഒരു ഗതികേടിലേക്ക് സർക്കാർ വരുത്താൻ പാടില്ല. ഇവിടെ ഒരു MLA ഉണ്ട്, ഒരു MP ഉണ്ട്. ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാനേ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. സഹകരണ സംഘങ്ങൾ ഇവിടെ പ്രാദേശിക സഹകരണ സംഘങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാം? അത് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു സംവിധാനം ഞങ്ങൾ കേട്ടിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഞങ്ങൾ ഈ പത്രത്തിൽ കൂടെ അറിയുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ഞങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമുള്ളവരാരും ഇപ്പോൾ ഈ നെൽകൃഷി ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ജോലി എടുത്തിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നമ്മൾ പോകുമല്ലോ. ഇത് നമ്മൾ കർഷകരില്ലെങ്കിൽ ഈ പ്രദേശത്ത് വെള്ളം പറയുന്ന സാധനം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയൊരു നമുക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കൃഷി നശിച്ചാൽ ഇവിടെയുള്ള ഭാഗമുള്ള വെള്ളം ആ പച്ചപ്പ് പോയ ആ നാടിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുകയല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. ഇതിപ്പോൾ ഈ ശേഖരിച്ച് വെക്കണമെങ്കിൽ വലിയ ഗോഡൗണോ ഒരുപാട് സ്ഥലം ആവശ്യമായിട്ട് വരും അല്ലേ? നിങ്ങൾക്ക് ഇതില്ലാതെ? ഉറപ്പായിട്ടും വരും. അതിനുള്ള സൗകര്യം നമുക്കിവിടെ ഇല്ല. എല്ലാവരും വീട് പല ഭാഗത്തായിരിക്കും. അതുകൊണ്ട് ആ സൗകര്യക്കുറവ് എന്തായാലും ഉണ്ട്. ധോണി പാടശേഖരത്തു നിന്നും ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.